ജിദ്ദയിൽ നടന്ന ഇസ്ലാമിക് സഹകരണ സംഘടന വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിന് ശേഷമാണ് അറക്ചി പ്രതികരിച്ചത്. ജൂണിൽ നടന്ന 12 ദിവസത്തെ യുദ്ധത്തിൽ 48 മണിക്കൂറിനുള്ളിൽ ഇറാനെ തകർക്കാമെന്ന് ഇസ്രായേൽ കരുതിയിരുന്നു. എന്നാൽ ഇറാൻ അവസാന നിമിഷം വരെ മിസൈൽ ആക്രമണം തുടർന്നു. അവസാനം നിസ്സഹായരായിട്ട് ഇസ്രായേൽ തന്നെ നിബന്ധനകളില്ലാതെ വെടിനിർത്തൽ അഭ്യർത്ഥിക്കേണ്ടി വന്നു. ഇസ്രായേൽ വീണ്ടും ആക്രമിച്ചാൽ ഇറാന്റെ പ്രതികരണം കൂടുതൽ ശക്തമായിരിക്കുമെന്നും അറക്ചി വ്യക്തമാക്കി. യുദ്ധകാലത്ത് ഇസ്രായേൽ ഇറാന്റെ എണ്ണശാലകളെ ലക്ഷ്യമാക്കി ആക്രമണം നടത്തിയതും മധ്യപൂർവേഷ്യയെ എണ്ണയുദ്ധത്തിലേക്ക് വലിച്ചിഴക്കാൻ ശ്രമിച്ചെന്നും ഇറാൻ വിദേശകാര്യമന്ത്രി പറയുന്നു. യുദ്ധത്തിന്റെ അവസാന ഘട്ടത്തിൽ ഇറാൻ ഖത്തറിലെ അൽ ഉദൈദ് എയർബേസും ലക്ഷ്യമിട്ടതായി അദ്ദേഹം സ്ഥിരീകരിച്ചു. അതോടൊപ്പം ഇസ്രായേലുമായി ബന്ധം തുടരുന്ന രാജ്യങ്ങളായ UAE, ബഹ്റൈൻ, ഒമാൻ, ഖത്തർ എന്നിവ ഗാസയ്ക്ക് പിന്തുണയായി ഇസ്രായേലി ബന്ധം വിച്ഛേദിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. ഗാസയിലെ ജനങ്ങൾക്ക് നമ്മുടെ പ്രസ്താവനകളല്ല വേണ്ടത്, അവർക്ക് വേണ്ടത് ആഹാരം, വെള്ളം, മരുന്ന്, പിന്നെ സമാധാനവും നീതിയും അധിനിവേശത്തിന്റെ അവസാനവുമാണ്. ഇറാൻ US-ഉമായി ആണവ ചർച്ചകൾ പുനരാരംഭിക്കാൻ സന്നദ്ധമാണെങ്കിലും അവസാനം ആവർത്തിക്കില്ലെന്ന ഉറപ്പുകൾ വേണമെന്നും അബ്ബാസ് അറക്ചി ആവർത്തിച്ചാവശ്യപ്പെട്ടു. ഹിസ്ബുള്ളായുടെ ആയുധ നിരായുധീകരണ പദ്ധതികൾ 100% ഇസ്രായേലിന്റേതാണെന്നും ലെബനനിലോ സിറിയയിലോ ഇറാൻ ഇടപെടുന്നില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. സിറിയയെ വിഭജിക്കാൻ നടത്തുന്ന ശ്രമങ്ങൾ ഇസ്രായേൽ വ്യോമാക്രമണങ്ങൾ അദ്ദേഹം അപലപിച്ചു. അതേസമയം സൗദി അറേബ്യയുമായുള്ള ബന്ധം ചരിത്രത്തിൽ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള സഹകരണ ഘട്ടത്തിലേക്ക് കടക്കുകയാണ് എന്നും അറക്ചി പറഞ്ഞു. സൗദി വിദേശകാര്യമന്ത്രി പ്രിൻസ് ഫൈസൽ ബിൻ ഫർഹാനുമായുള്ള ചർച്ചകൾ ഉപകാരപ്രദമായിരുന്നുവെന്നും ഇറാൻ വിദേശകാര്യമന്ത്രി കൂട്ടിച്ചേർത്തു.